Hello everyone, welcome to the Active Trader. Candlestick charts for beginners എന്ന സീരീസിന്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പുതിയ രണ്ട് കാൻഡിൽ സ്റ്റിക്സ് ആണ്. ഡാർക്ക് ക്ലൗഡ് കവർ ആൻഡ് പിയേഴ്സിംഗ് കാൻഡിൽ. ആദ്യം നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ പാർട്ട് 4 നമ്മൾ പഠിച്ചിരുന്നു ബിയറിഷ് എൻഗൾഫിംഗ് അതുപോലെ തന്നെ ബുള്ളിഷ് എൻഗൾഫിംഗ്. അപ്പൊ ആ തരത്തിൽ വരുന്ന ഒരു കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഡാർക്ക് ക്ലൗഡ് കവർ. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്ന മറ്റൊരു കാൻഡിൽ സ്റ്റിക് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ പാർട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡോജി പഠിച്ചിരുന്നു, അത് കഴിഞ്ഞ് ഹാമർ ഹാങ്മാൻ, അത് കഴിഞ്ഞ് ബുള്ളിഷ് എൻഗൾഫിംഗ്, ബിയറിഷ് എൻഗൾഫിംഗ് എന്നീ കാൻഡിൽ സ്റ്റിക് ചാർട്ട്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് പാർട്ടിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാർക്ക് ക്ലൗഡ് കവർ. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ അപ് ട്രെൻഡ് റിവേഴ്സൽ, അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നതിന്റെ ഒരു സൈൻ ആയിട്ടാണ് നമുക്ക് ഈ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്ന ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇതൊരു അപ് ട്രെൻഡ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ് ട്രെൻഡ് വന്നതിന് ശേഷം അവസാനത്തെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ, അതിനുശേഷം വരുന്ന ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലാണ് വരിക. അപ്പൊ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് ആ ദിവസം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അപ് ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വരും എന്നായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. ഒരു ട്രേഡർ അല്ലെങ്കിൽ ട്രേഡർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് വരുന്ന സമയത്ത് അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരിക്കും എന്നുള്ളത്, തുടർന്നുള്ള ഒരു അപ് ട്രെൻഡ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ ഈ ഒരു സെൽ ഓഫ് എന്ന് പറയുന്നത് അവസാനമായി വന്ന ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഒരു പകുതിയിൽ കൂടുതൽ അതിന്റെ അകത്തേക്ക് വരുന്നതാണ്, നമുക്ക് ഒരു സെൽ ഓഫ് വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കാൻഡിൽ സ്റ്റിക്കിനെയാണ് നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു റെസിസ്റ്റൻസ് ലെവലിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ലോങ് പൊസിഷൻസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും, അതേപോലെ തന്നെ പുതിയതായിട്ട് ഷോർട്ട് പൊസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ ഷോർട്ട് ട്രെൻഡിൽ ഡൗൺ ട്രെൻഡിലേക്ക് മാറാനായിട്ട് നമ്മളെ മാറുന്നത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സഹായിക്കും. അണ്ടർലൈൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനായിട്ട്, അപ് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാൻഡിൽ സ്റ്റിക് ആണ് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഇത് വാലിഡ് ആവുന്നത് എപ്പോഴാണ് എന്ന് നോക്കാം നമുക്ക്. അതായത് ഇതിന്റെ ഒരു അവസാനം വന്നിട്ടുള്ള ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ, അവസാനം വന്നിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലിന്റെ പകുതിയോളം ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം സെൽ ഓഫ് വന്ന് പകുതിയിൽ കൂടുതൽ വന്നതിന് ശേഷം ക്ലോസിംഗ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കേസിൽ പകുതിയിൽ കൂടുതൽ വന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാം. ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് കൂടുതൽ വാലിഡ് ആവുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് വന്നത് നമുക്ക് റിവേഴ്സ് ആയി ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു അപ്പർ വിക്കിന് മുകളിലാണ് സാധാരണ നമുക്ക് ഓപ്പണിംഗ് കാണാനായിട്ട് പറ്റുക ഡാർക്ക് ക്ലൗഡ് കവറിന്റെ. ഇപ്പൊ ഒരു അപ്പർ ഷാഡോവിന്റെ മുകളിലായിട്ട് വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അതായത് അവസാനം വന്നിട്ടുള്ള ക്യാൻഡിലിന്റെ ഹൈയുടെ മുകളിലായിട്ടായിരിക്കും ഇതിന്റെ ഓപ്പണിംഗ് വരാറുള്ളത്. ചില കേസുകളിൽ ഈ ഒരു ക്ലോസിംഗിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സെൽ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്ത് ഈ ഒരു അപ്പർ വിക്ക് വരെ വന്നതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം അപ്പർ വിക്ക്, അതായത് അപ്പർ ഷാഡോവിന്റെ ഹൈ വരെ, അതായത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ വരെ വന്നതിന് ശേഷം ക്ലോസ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ചില കേസുകളിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ബോഡിയുടെ ജസ്റ്റ് അകത്തേക്ക് വന്നതിന് ശേഷം ക്ലോസ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഹാഫ് വരെ, അല്ലെങ്കിൽ ഇതിന്റെ പകുതിയോളം വരാതെ കുറച്ച് പകുതിയിൽ കുറവായിട്ട് ഈ ഒരു മുകളിലായിട്ട്, അതായത് ഈ ഒരു ബോഡിയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം കുറച്ച് ഈ ഒരു ഏരിയയിലായിട്ട് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറവായിരിക്കും.
ഇതൊരു ഈ അവസാനം വന്നിട്ടുള്ള ക്യാൻഡിലിന്റെ പകുതിയോളം വന്നതിന് ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്ന ക്യാൻഡിൽ വാലിഡ് ആവുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ദ പിയേഴ്സിംഗ് ക്യാൻഡിൽ. പിയേഴ്സിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ക്യാൻഡിലാണ്. ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം വരുന്ന ദിവസം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നായിരിക്കും ഒരു ട്രേഡർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം എന്താണ് പറ്റുന്നത്? ഒരു ബൈയിങ് പ്രഷർ കാരണം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് വന്നിട്ട് വരുന്നത്. അപ്പൊ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വരുന്നതോടുകൂടി ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഈ ഒരു അവസാനം വന്നിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലിന്റെ പകുതിയിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ പകുതിയോളം വന്ന് ഒരു ബൈയിങ് പ്രഷർ കാണിച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു വാലിഡ് ആയ ഒരു ക്യാൻഡിലായിട്ട് നമുക്ക് വാലിഡ് ആയ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് വരുന്ന സമയത്ത് അത് റിവേഴ്സ് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ക്യാൻഡിലാണ് ദ പിയേഴ്സിംഗ് ക്യാൻഡിൽ. അപ്പൊ ഇതിന്റെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ക്ലൗഡ് കവറിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഇതിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം പകുതിയിൽ കൂടുതലായിട്ട് വന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സൈൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പൊ ഇത് കൂടുതലായിട്ടും വന്ന് ഈ ഒരു ഓപ്പൺ വരെ അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനെ എൻഗൾഫിംഗ് എന്ന് പറയാം, ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയാം. എൻഗൾഫിംഗ് ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ബിയറിഷ് എൻഗൾഫിംഗും ഡാർക്ക് ക്ലൗഡ് കവറും അതേപോലെ ബിയറിഷ് എൻഗൾഫിംഗിന്റെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ്. നമുക്ക് ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്യാൻഡിലിനെ നമ്മൾ മുഴുവനായിട്ടും അതിന്റെ ബോഡി കവർ ചെയ്ത് വരുന്നതിനെയാണ് നമുക്ക് ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയാം. അതുപോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഡാർക്ക് ക്ലൗഡ് കവർ. അതിൽ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യുന്നില്ല, പക്ഷെ പകുതിയോളം ഒരു സെൽ ഓഫ് വന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനായിട്ട് പറ്റുക. ബുള്ളിഷ് എൻഗൾഫിംഗിന് പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അതിന്റെ ഒരു പ്രത്യേക തരം നെക്സ്റ്റ് ടൈപ്പ് വരുന്ന ഒരു ക്യാൻഡിലാണ് പിയേഴ്സിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിലിനകത്തേക്ക് ഈ ഒരു സെൽ ഓഫ് വന്നതിനകത്തേക്ക് അത് പിയേഴ്സ് ചെയ്ത് ഒരു ഹാഫ് വേ വരെ പകുതിയോളം അത് അകത്തേക്ക് ചെന്ന് ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് റിവേഴ്സലിന് പിയേഴ്സിംഗും അതുപോലെ അപ് ട്രെൻഡ് റിവേഴ്സലിന് നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവറും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ക്യാൻഡിൽസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസും കൂടി നോക്കാം. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് ഇതൊരു അണ്ടർലൈൻ സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് ആണ്. അപ്പൊ ഇതൊരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒരു അപ് ട്രെൻഡിലേക്ക് മാറിയതിനു ശേഷം ഒരു റീടെസ്റ്റ് വന്നതായിട്ടാണ്. അപ്പൊ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതായിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ, ഈ രണ്ട് ക്യാൻഡിലും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡൗൺഫോൾ വന്ന ശേഷം അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നതിന് ശേഷം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു ക്യാൻഡിലിന്റെ പകുതിയിൽ കൂടുതൽ ഓൾമോസ്റ്റ് ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതിനെ നമുക്കൊരു പിയേഴ്സിംഗ് ക്യാൻഡിലായിട്ട് നമുക്ക് പറയാം. ഇത് അവസാനം വന്നിട്ടുള്ള ക്യാൻഡിലിന്റെ പകുതിയോളം ബൈയിങ് പ്രഷർ കാരണം ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം പകുതിയിൽ കൂടുതൽ തന്നെ വന്ന് ക്ലോസ് ചെയ്യുന്നതാണ് കാണാനായിട്ട് പറ്റിയത്. അതിനുശേഷം ട്രെൻഡ് ഡൗണിലേക്ക് വന്നത് റിവേഴ്സ് ആയതിനു ശേഷം കൂടുതൽ അപ്സൈഡ് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഈ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം പിയേഴ്സിംഗ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഇത്രയും അധികം മൂവ്മെന്റ് ആണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ അണ്ടർലൈൻ സ്റ്റോക്കിന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഇതൊരു പിയേഴ്സിംഗ് ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് അടുത്തത് ഡാർക്ക് ക്ലൗഡ് കവറിന്റെ എക്സാമ്പിൾ കൂടി നോക്കാം. അതിനുശേഷം ഈ ഒരു അപ് മൂവ് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് നമുക്ക് ഒരു ക്യാൻഡിൽ വന്നതായിട്ട് കാണുന്നുണ്ട്.
അതിനുശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം സെൽ ഓഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ക്ലൗഡ് കവർ, ഇവിടെ ഒരു നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ലോവർ ഷാഡോ അല്ലെ അപ്പർ ഷാഡോവിന്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്യണമെന്നില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ അപ്പർ ഷാഡോവിന്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം ഒരു സെൽ ഓഫ് പകുതിയിൽ കൂടുതൽ പിയേഴ്സ് ചെയ്ത് പകുതിയിൽ കൂടുതൽ സെൽ ഓഫ് വന്ന് കാണുകയാണ് ചെയ്യുന്നത്. പിയേഴ്സിംഗ് അല്ല, അത് നമുക്ക് ഡൗൺ ട്രെൻഡ് റിവേഴ്സലിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇത് അപ് ട്രെൻഡിന്റെ റിവേഴ്സൽ, അതായത് ഡാർക്ക് ക്ലൗഡ് കവർ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഡൗൺ സൈഡ് നമുക്കൊരു സെൽ ഓഫ് ഡൗൺ സൈഡ് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട്, ട്രെൻഡ് റിവേഴ്സൽ വരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം സെൽ ഓഫ് വന്ന് പകുതിയിൽ കൂടുതൽ ഡൗൺ സൈഡ് വന്ന് ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഇതിനെയാണ് നമുക്ക് ഈ ഒരു പെയർ ഓഫ് ക്യാൻഡിൽസിനെ നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺഫോൾ വരുന്നത്, സപ്പോർട്ട് വരെ ഡൗൺഫോൾ വരുന്നതാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ അണ്ടർലൈൻ സ്റ്റോക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇതാണ് ഇതിന്റെ റിയൽ എക്സാമ്പിൾസ്. ഇത് പിയേഴ്സിംഗ് ക്യാൻഡിലും അതുപോലെ ഡാർക്ക് ക്ലൗഡ് കവർ ക്യാൻഡിലും. ആ ഒരു ക്യാൻഡിൽ ഫോർമേഷന് ശേഷം റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും വരുമ്പോഴാണ് അത് വാലിഡ് ആവുന്നത്. ആ ഒരു ക്യാൻഡിൽ ഫോർമേഷന് ശേഷം വന്നിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാൻഡിൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഡാർക്ക് ക്ലൗഡ് കവർ ആൻഡ് ദ പിയേഴ്സിംഗ് ക്യാൻഡിൽ. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ മറ്റൊരു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.